ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുസഭയിലുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ്. റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ റോമിലെ മക്കൾക്ക് മാത്രമല്ല, ഈ ലോകത്തിലുള്ള തിരുസഭയിലുള്ള സകല മക്കൾക്കും കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനമാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തിന് അനുരൂപയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യുക. ഈ ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകുന്നൊരു വ്യക്തിയാണോ? ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്നത് ചത്ത മത്സ്യങ്ങളാണ്. ജീവനുള്ള മത്സ്യങ്ങൾ അതിനെതിരെ തുഴയും. ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള പലരും പലതരത്തിലുള്ള തിന്മകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അവരെ അനുകരിക്കാനോ അവരെ പിൻചെല്ലുവാനോ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ചും മദ്യപാനം, പുകവലി, ഹാൻസ്, പാൻപരാഗ്, പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്ന്, ഇതിൻ്റെ എല്ലാം ഉപയോഗം അത് ദൈവത്തെ അറിയാത്ത ഈ ലോകത്തിൻ്റെ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് നാവിൻ്റെ ദുരുപയോഗം. നാവ് കൊണ്ട് മറ്റുള്ളവരെ വ്യർത്ഥഭാഷണങ്ങളും ചീത്തവാക്കുകളും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരുടെ ഹൃദയം തകർക്കുക, മറ്റുള്ളവരുടെ കുടുംബവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കുക. അതൊക്കെ ഈ ലോകത്തിൻ്റെ മക്കൾക്ക് പറഞ്ഞേക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അനേകം തരത്തിലുള്ള ദ്രോഹങ്ങൾ കടന്നു വരും. അപ്പോൾ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കണം. ദ്രോഹിക്കുന്നവരോട് തിരിച്ച് ദ്രോഹിക്കുവാനായിട്ടല്ല ദൈവമക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനിയോട് പറഞ്ഞേക്കുന്നത്, നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അങ്ങനെ നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനും മകളുമായി മാറണം. ഇത് മാറണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ മാത്രമേ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ ക്രിസ്തുവിന് അനുരൂപനായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനികളായിട്ടുള്ള ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടവർ ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെ, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ വേണം നിങ്ങൾ സഞ്ചരിക്കുവാൻ, എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് ആഹ്വാനം ചെയ്ത ആ കർത്താവ് നമുക്ക് നൽകിയ ആ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിലുള്ള പാപം ചെയ്ത മക്കൾ ജീവിച്ച ആ പാപത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ, ഈ ലോകത്തിൻ്റെ പാപത്തെ അതിജീവിച്ചുകൊണ്ട് പിതാവിൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ പൂർത്തീകരിച്ച ആ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ആ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒന്ന് ചേരുവാൻ വേണ്ടി കർത്താവ് നൽകിയ ആഹ്വാനം ആണ്. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നമുക്കൊരു നിമിഷം ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ പാപം ചെയ്ത് ജീവിക്കുന്ന, തിന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെ അനുകരിച്ച് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? മറ്റുള്ളവർ പറയുന്ന തിന്മകൾ പറയുന്നതുപോലെ തിന്മകൾ പറഞ്ഞ്, തിന്മകൾ പ്രവർത്തിച്ച്, വെറുപ്പിലും വിദ്വേഷത്തിലും നാവിൻ്റെ ദുരുപയോഗം കൊണ്ട് ജീവിക്കുന്ന ഒരു ദുരുപയോഗം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വീഴ്ച പോയ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ അങ്ങയുടെ തിരുവചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്കരുവിന് അനുരൂപരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.